സാമ്പത്തിക മേഖലയിൽ സമഗ്ര പരിഷ്കരണം നിർദ്ദേശിച്ച ധവളപത്രം. പെൻഷൻ പ്രായം ഉയർത്തണം, നിലവിൽ ഉള്ളതിനേക്കാൾ 1 വർഷം കൂട്ടണം, 6000 കോടി ലാഭിക്കാം. വരുമാനത്തിന്റെ 77% ചെലവാക്കുന്നത് പെൻഷനും ശമ്പളത്തിനും വേണ്ടി. റവന്യൂ വരുമാനത്തിന്റെ 20% ഉപയോഗിക്കുന്നത് പലിശ വീട്ടാൻ. മൂലധന ചെലവ് 1.3% മാത്രമെന്നും ധവളപത്രം. ധവളപത്രത്തിൽ കിഫ്ബിക്ക് അതിരൂക്ഷ വിമർശനം. കിഫ്ബി പ്രവർത്തിച്ചത് ഇരട്ട സർക്കാർ പോലെ. സിഇഒക്ക് എക്സ് ഒഫീഷ്യോ പദവി നൽകിയത് ചട്ടവിരുദ്ധം. മസാല ബോണ്ടിന് 11 കോടി ചെലവാക്കിയത് അമിതം. കിഫ്ബി രേഖകൾ ഓഡിറ്റിംഗിന് വിധേയമാക്കിയില്ല എന്നും ധവളപത്രം. ബെവ്കോയും സപ്ലൈകോയും ലയിപ്പിക്കണമെന്ന് ധവളപത്രം. ലയനം വഴി സപ്ലൈകോയ്ക്ക് നഷ്ടം നികത്താം. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കും. ഓഹരി വിറ്റഴിക്കലോ അടച്ചുപൂട്ടലോ പരിഗണനയിൽ. KCB അടക്കം സ്വയം പര്യാപ്തമാകണം. നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറയുന്നവർ പൊതുമേഖലയെ പൂർണ്ണമായും കൈയൊഴിയുന്നെന്ന് പി രാജീവ്. LDF സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ട്രഷറിയിൽ ഉണ്ടായിരുന്നത് 5263 കോടി രൂപ. സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി. ധവളപത്രം ഉമ്മാക്കിയല്ല, കഴിഞ്ഞ സർക്കാരിന് നേരെ പിടിച്ച കണ്ണാടിയെന്ന് സതീശൻ. കേരളത്തിൽ ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയും നടപ്പാവില്ലെന്ന് വ്യക്തമായെന്ന് തോമസ് ഐസക്. ധവളപത്രം തയ്യാറാക്കിയതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ പോര്. പുറത്തുനിന്നുള്ള വിദഗ്ധരെ ഉപയോഗിച്ചത് ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ ലംഘനമെന്ന് പ്രതിപക്ഷം. സത്യപ്രതിജ്ഞാ ലംഘനമെന്നും KN ബാലഗോപാൽ. പൊതുമധ്യത്തിലുള്ള കണക്ക് മാത്രമാണ് ഉപയോഗിച്ചതെന്ന് മുഖ്യമന്ത്രി. വിദഗ്ധരുടെ ഉപദേശം ഇനിയും സ്വീകരിക്കുമെന്നും സതീശൻ. ധവളപത്രത്തെ ചൊല്ലി നേർക്കുനേർ കൊമ്പുകോർത്ത് VD സതീശനും പിണറായി വിജയനും. മുൻപ് തയ്യാറാക്കിയ ധവളപത്രങ്ങൾ രാഷ്ട്രീയ രേഖകളെന്ന് VD സതീശൻ. ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇവിടെ പലപ്പോഴും വെച്ചിട്ടുള്ള പല വൈറ്റ് പേപ്പറുകളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ്. ബാഹ്യ വ്യക്തികളെ കൊണ്ടുവന്ന് തയ്യാറാക്കിയ ഈ ധവളപത്രമാണ് രാഷ്ട്രീയ രേഖയെന്ന് പിണറായി വിജയൻ. ഇവിടെ നടപടിക്രമങ്ങളുടെ ലംഘനം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ നടപടിക്രമങ്ങളുടെ ലംഘനം പൂർണ്ണമായിട്ടുണ്ടായിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് എന്തുമാകാം എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നത് ശരിയായ നടപടിയില്ല. അത് ശരിയായ ക്രമമല്ല. ട്രഷറിയിൽ 5263 കോടി ബാക്കിയുണ്ടായിരുന്നെന്ന LDF വാദം സാങ്കേതികമെന്ന് മുഖ്യമന്ത്രി. മുൻ സർക്കാർ ഇറങ്ങിപ്പോയത് ബാധ്യതകളൊന്നും തീർക്കാതെ. കടത്തിന്റെ കണക്ക് പെരുപ്പിച്ച് കാണിച്ചെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. സാമ്പത്തിക പ്രശ്നത്തിന് കാരണം 10 വർഷത്തെ കെടുകാര്യസ്ഥതയെന്ന് രാജീവ് ചന്ദ്രശേഖർ. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷം. വിട്ടുവീഴ്ച വേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടിയുടെ അഭിമാനം CPIഎമ്മിന് മുന്നിൽ പണയം വയ്ക്കേണ്ടതില്ല. അതൃപ്തി പരസ്യമാക്കി ബിനോയ് വിശ്വം. മുന്നണി ഒരു പാർട്ടിയുടേത് മാത്രമല്ല. പല പാർട്ടികളുണ്ട്. CPI ഉണ്ട്, CPM ഉണ്ട്, പല പാർട്ടികളുണ്ട്. അത് ഓരോ വാക്കിനും ഓരോ ആശയങ്ങളുണ്ട്. ഇടതുപക്ഷമാണ്, ജനാധിപത്യമുണ്ട്, മുന്നണിയുണ്ട്. അത് CPIക്ക് അറിയാം. അത് CPMനും അത് ബോധ്യമാണ്. വിയ്യൂർ സബ് ജയിലിൽ കുഴഞ്ഞു വീണ റിമാൻഡ് പ്രതി ചികിത്സയിലിരിക്കെ മരിച്ചു. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിന്റേത് കസ്റ്റഡി മരണമെന്ന് ആരോപിച്ചു കുടുംബം. മരിച്ചത് തൃശൂർ ചിറ്റിശ്ശേരി സ്വദേശി രേഷ് ബാബു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ബന്ധുക്കൾ. സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM. മഞ്ഞുമൽ ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. 1000 പേജുള്ള കുറ്റപത്രം നൽകിയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. നടൻ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ അടക്കമുള്ളവർ കേസിൽ പ്രതികൾ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിട്ട് സർക്കാർ. നിർണായക തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. നവീനിന്റെ മൂത്ത മകൾക്ക് ആശ്രിത നിയമനം. സർക്കാരിന് നന്ദിയെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. CBI അന്വേഷണത്തെ എതിർക്കുന്നത് ഭയം കൊണ്ടെന്നും കുടുംബം. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവர்களോട് ആദ്യം തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എറണാകുളം പാര്യത്തുകാവിലെ കുടിയൊഴിപ്പിക്കലിൽ താൽക്കാലിക ആശ്വാസം. പോലീസ് നടപടികൾക്കുള്ള സമയപരിധി ഈ മാസം 16 വരെ നീട്ടി. ഹൈക്കോടതി നടപടി റൂറൽ SP അപേക്ഷയിൽ. 16 വരെ ഉത്തരവുകൾ പുറപ്പെടുവിക്കരുതെന്ന് പെരുമ്പാവൂർ മുൻസിഫ് കോടതിക്ക് നിർദ്ദേശം.
ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ അന്വേഷണമുന ADGP MR അജിത് കുമാറിലേക്ക് ADGP ഓഫീസിലെ 2 പോലീസുകാരുടെ മൊഴിയെടുക്കുന്നു. ഗ്രേഡ് SI-മാരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവർ SITക്ക് മുൻപിൽ ഹാജരായി. അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയത് ഇവരെന്ന് ആരോപണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയെ പുഴുവരിച്ചതിൽ ഡ്യൂട്ടി ഡോക്ടർക്ക് സസ്പെൻഷൻ. നടപടി ശസ്ത്രക്രിയ കഴിഞ്ഞ് 5 ദിവസം ഡ്രസ്സിംഗ് ചെയ്യാത്തതിന്. ആദ്യ അന്വേഷണ റിപ്പോർട്ടിൽ ആരോഗ്യമന്ത്രിക്ക് അതൃപ്തി. വിദഗ്ധ സമിതി അന്വേഷണത്തിൽ പിഴവെന്ന് K മുരളീധരൻ. സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവ്. ന്യൂസ് മലയാളം ഇംപാക്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന് പരാതി. നാദാപുരം വാണിമേൽ സ്വദേശി റീജിത്ത് മരിച്ചത് ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലിരിക്കെ. ഇടതുവശത്തെ കിഡ്നി സ്റ്റോണിന് ശസ്ത്രക്രിയ നടത്തിയത് വലതുവശത്തെന്ന് കുടുംബം. മൃതദേഹം ഏറ്റുവാങ്ങാതെ ബന്ധുക്കളുടെ പ്രതിഷേധം. 2 വൃക്കകളിലും കല്ലുണ്ടായിരുന്നുവെന്ന് യൂറോളജി വിഭാഗം പ്രൊഫസർ മണികണ്ഠൻ. പിഴവ് പറ്റിയിട്ടില്ലെന്നും വാദം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി കട്ടിലിൽ നിന്ന് വീണ് മരിച്ചത് തലക്കേറ്റ ആന്തരിക ക്ഷതം കൊണ്ടെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രക്തം കട്ടപിടിച്ചത് മരണത്തിലേക്ക് നയിച്ചു. ചികിത്സയിലിരിക്കെ കട്ടിലിൽ നിന്ന് വീണ് മരിച്ചത് കൊല്ലം സ്വദേശി വിൽഫ്രഡ്. സിസ്റ്റത്തെ പഴിച്ച് തലയൂരില്ലെന്നും പിഴവുകളിൽ നടപടിയെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ. UDFന്റെ വാഹന മോഡിഫിക്കേഷൻ വാഗ്ദാനത്തിന് പിന്നാലെ 18 തരം മാറ്റങ്ങൾ അനുവദിക്കാൻ MVD. സ്റ്റിക്കറുകളും ലൈറ്റുകളും അധിക സ്പീക്കറുകളും ഘടിപ്പിക്കാൻ അനുമതി നൽകും. നിറം മാറ്റത്തിന് പ്രത്യേക അനുമതി വേണം. ഗതാഗത കമ്മീഷന്റെ പഠന റിപ്പോർട്ട് പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാർ. സോവിയറ്റ് യൂണിയനെ ചൊല്ലി നിയമസഭയിൽ VD സതീശൻ പിണറായി വിജയൻ തർക്കം. പരസ്പരം ആക്രമിക്കില്ല എന്ന ഉടമ്പടി സ്റ്റാലിനും ഹിറ്റ്ലറും തമ്മിൽ ഉണ്ടായിരുന്നുവെന്ന് സതീശൻ. രണ്ടുപേരും ചെയ്തത് ഒരേ കാര്യം. സ്വന്തം മന്ത്രിസഭയിൽ ഉള്ളവരെ വരെ കൊന്നു എന്നും ആരോപണം. താൽക്കാലിക ഉടമ്പടി ഉണ്ടായെങ്കിലും നാസികളെ തോൽപ്പിച്ചത് ചെമ്പടയെന്ന് ഓർമ്മിപ്പിച്ച പിണറായി. താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങളിൽ ശ്വേതാ മേനോനെതിരെ നടി അൻസിബ ഹസൻ. അമ്മ പ്രസിഡന്റ് ഉൾപ്പെട്ട സമിതി തന്റെ പരാതി കേട്ടാൽ കാര്യമുണ്ടാകില്ല എന്ന് അൻസിബ ന്യൂസ് മലയാളത്തോട്. തന്റെ പരാതിയിൽ ശ്വേതാ മേനോനും ആരോപണ വിധേയ. എതിരാളികൾക്ക് ശ്വേത സഹായം ചെയ്തിട്ടുണ്ടെന്നും കുറ്റപ്പെടുത്തൽ. ബന്ധുനിയമന വിവാദത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധുനിയമനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് പരിശോധിച്ച് പറയാമെന്ന് VD സതീശൻ. അട്ടപ്പാടി മധു കേസിൽ നീതി തേടി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കുടുംബം. 1-ാം പ്രതിയെ വെറുതെ വിട്ടതിന് എതിരെ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് ആവശ്യം. എല്ലാ സഹായവും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തെന്ന് മധുവിന്റെ സഹോദരി സരസു. CM-നെ ഞങ്ങൾ കണ്ടു. എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യാമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകി. പിന്നെ നമുക്ക് നല്ലൊരു പ്രോസിക്യൂട്ടറെ നിയമിച്ച് തരണം. തുടർ നടപടികൾ നിരീക്ഷിക്കാൻ IC ബാലകൃഷ്ണൻ, VP സജീന്ദ്രൻ എന്നീ MLA-മാരെ നിയോഗിച്ച് മുഖ്യമന്ത്രി. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഹിന്ദു മുസ്ലിം വിഷയമാക്കാൻ CPIM ശ്രമിച്ചെന്ന് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള. UDF വിജയിക്കുമെന്ന് കണ്ട CPIM ഗൂഢാലോചന നടത്തിയെന്നും ആരോപണം. പോലീസ് അന്വേഷണം പോലും നടത്താതെയാണ് ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തതെന്നും MLA. ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 10 ദിവസം മുമ്പ് കാണുന്നത് കേസ് എഴുതി തള്ളിയിരിക്കുന്നു. ഏത് കോടതിയിലുള്ള കേസ് പോലീസ് എഴുതി തള്ളിന് എന്ന് പറയുന്ന വിരോധാഭാസം. VD സതീശൻ സാറ് മുഖ്യമന്ത്രിയായപ്പോൾ നീതിയുടെ ഒരു പുലരി ഉണ്ടാകും, സംശയമൊന്നും വേണ്ട. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ SIT അന്വേഷണം നാളെ മുതൽ. കാലവർഷം എത്തിയതോടെ സംസ്ഥാനത്ത് മഴ കനക്കുന്നു. അടുത്ത 2 ആഴ്ച കനത്ത മഴയ്ക്ക് സാധ്യത. എൽ നിനോ ശക്തമാകുന്നതോടെ മൺസൂൺ ദുർബലമാകും. സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം നിലംപതിച്ച് അപകടം. തൊഴിലാളികൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. നിർമ്മാണത്തിൽ അപാകതയെന്ന് നിഗമനം. കാട്ടാനകൾ ഇറങ്ങുന്ന വയനാട് കള്ളാടി ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ പ്രവർത്തിക്കുന്നത് യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളുമില്ലാതെ. എസ്റ്റേറ്റ് തൊഴിലാളികളുടെ മക്കളായ കുട്ടികൾ പഠിക്കുന്നത് ഒരു ചുറ്റുമതിൽ പോലുമില്ലാത്ത സ്കൂളിൽ. മന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ലെന്ന് അധ്യാപകർ. ചുറ്റുമതിലിന് വേണ്ടിയിട്ട് നമ്മൾ പല സമയങ്ങളിലും പഞ്ചായത്തിനെ സമീപിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ വഴി നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോളോ അപ്പിലാണ് ഇപ്പോൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്.
നീറ്റ് പുനഃപരീക്ഷയുടെ സമ്മർദ്ദം താങ്ങാനാകാതെ മധ്യപ്രദേശിൽ വിദ്യാർത്ഥിനി ജീവനൊടുക്കി. ഇനിയും പരീക്ഷ എഴുതാൻ ധൈര്യമില്ലെന്ന് ആകാശ ചതുർവേദി. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. തകർന്നുപോയ പരീക്ഷാ സംവിധാനത്തിന്റെ ദുരന്തഫലമെന്ന് രാഹുൽ ഗാന്ധി. DK ശിവകുമാർ മുഖ്യമന്ത്രിയായതോടെ കർണാടക PCC അധ്യക്ഷനായി BK ഹരിപ്രസാദിനെ നിയമിച്ച ഹൈക്കമാൻഡ്. മുതിർന്ന നേതാവ് ഹരിപ്രസാദ് കടുത്ത RSS വിമർശകൻ. 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഹരിപ്രസാദിന് മുന്നിലെ വെല്ലുവിളി. ഡൽഹിയിൽ 4 നില കെട്ടിടം തകർന്നു വീണ് അപകടം. വൻ ദുരന്തം ഒഴിവായത് ആളുകളെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചതിനാൽ. അപകട കാരണം അറിയാൻ വിശദമായ അന്വേഷണം തുടങ്ങി. അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി. യുദ്ധത്തിനെതിരെ പ്രമേയം പാസാക്കി US ജനപ്രതിനിധി സഭ. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരുതെന്ന് നിർദ്ദേശം. പ്രമേയം പാസായത് 208-നെതിരെ 215 വോട്ടിന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന പരമ്പരയിൽ നിന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പുറത്ത്. കോഹ്ലിക്ക് കാലിന് പരിക്ക്. ഫിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ട രോഹിത്. ഇരുവരുടെയും ഏകദിന ലോക പ്രതീക്ഷകൾക്ക് തിരിച്ചടി. BCCIക്കെതിരെയും സെലക്ടർമാർക്കെതിരെയും തുറന്നടിച്ച് ഇഷാന്ത് ശർമ്മയുടെ പരിശീലകൻ. വിമർശനം ആകിബ് നബിയെ ടീമിൽ പരിഗണിക്കാത്തതിൽ. മികച്ച പ്രകടനം നടത്തിയിട്ടും താരങ്ങൾക്ക് അവസരമില്ലെങ്കിൽ രഞ്ജി ട്രോഫി നിർത്തലാക്കണമെന്ന് ശ്രാവൺ കുമാർ. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾ സെമി പോരാട്ടങ്ങൾ ഇന്ന്. മാർത്തയ്ക്ക് ആൻഡ്രീവയും ഡയാനയ്ക്ക് മായയും എതിരാളികൾ. പുരുഷ സിംഗിൾ സെമിയിൽ അലക്സാണ്ടർ സൊരേവ് യാക്കൂബിനെയും മാറ്റിയോ ഫ്ലാവിയോയെയും നേരിടും.